2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമലയുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞപ്പം ആ കോടതി രക്ഷകനാണെന്ന് BJP പറഞ്ഞോ? കോൺഗ്രസ് പറഞ്ഞോ? CPM ഇപ്പൊ പറയുന്നുണ്ടോ? കുറിച്ച് എന്തെല്ലാം ഇവിടെ പറഞ്ഞത്? ഒരു കാര്യം മറ്റേടത്ത് ചോദ്യം ചോദിക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? നിങ്ങൾ എന്താ ഈ ഞാൻ പറയുന്നതിനിടയ്ക്ക് വർത്താനം പറയണത്? രണ്ടാളുടെയും കാര്യം സന്തോഷത്തോടെ കേട്ടില്ലേ? കോടതി രക്ഷകനാണ് എന്ന് ഇന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ്റെ വാദം അങ്ങേക്ക് പദ്യമാണ്, പാൽപ്പായസമാണ്. ആ പാൽപ്പായസം കുടിക്കുമ്പോൾ ഒരു കാര്യം മറക്കുക, 2018 ഈ സുപ്രീം കോടതി വിധി പറഞ്ഞപ്പോൾ, ശബരിമലയുടെ വിധി പറഞ്ഞപ്പം ആ കോടതി രക്ഷകനാണോ? ആ ജഡ്ജിമാരെ എന്താ പറഞ്ഞത്? എന്നിട്ട് ഞങ്ങൾക്ക് ഒറ്റ നയമുള്ളൂ. ഒന്നാമത്തെ നയം, ഇന്ത്യൻ ഭരണഘടന പ്രകാരം കോടതി വേറിട്ട് നിൽക്കുന്നതല്ല. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേഷൻ, ജുഡീഷ്യറി ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണ്. അതുകൊണ്ട് കോടതി മാത്രം ഇങ്ങനെ രക്ഷിക്കാൻ വരുന്ന ഒരു ധാരണ ഞങ്ങൾക്കില്ല. അങ്ങനത്തെ അധികാര കേന്ദ്രം ഇന്ത്യയിലില്ല. അതുകൊണ്ട് കോടതി രക്ഷകനാണെന്ന് ചോദിച്ചാൽ കോടതി മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന രക്ഷകൻ. അത് വഴിയേ അറിഞ്ഞോളൂ. ഒരു കോടതിയെ വിമർശിക്കുമ്പോൾ താങ്കളും അഭിഭാഷകനാണ്, ഞാനും അഭിഭാഷകനാണ്, ഇവിടെ ഇരിക്കുന്ന BJP പ്രതിനിധി അഭിഭാഷകനാണ്. ഒരു കോടതിയെ വിമർശിക്കുമ്പോൾ അതിൻ്റെതായ മാന്യതയിൽ വിമർശിക്കണം. എന്നിട്ട് പറയാണ് ഇന്ത്യൻ ഭരണഘടന മാത്രമാണ് സത്യം എന്ന്. ഇന്ത്യൻ ഭരണഘടന കുന്തവും കുടച്ചക്രമാണെന്ന് പറഞ്ഞാൽ മന്ത്രി ഭരിക്കുന്ന സർക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ സർക്കാരിന്റെ വില എന്താണ്, അല്ലെങ്കിൽ സർക്കാർ ഭരണഘടനയ്ക്ക് കൊടുക്കുന്ന വില എന്താണെന്നൊക്കെ ഈ നാട്ടിലെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.